പ്രൈസ് ദ ലോർഡ്. അത്യുന്നതനും സർവശക്തനുമായ കർത്താവായ യേശുമിശിഹായുടെ തിരുനാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും എൻ്റെ അഭിനന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഈ യൂട്യൂബ് ചാനൽ വഴിയായി കർത്താവിൻ്റെ സന്ദേശത്തിന് അറിയിക്കാൻ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് കൊടുത്ത ഈ ഭാഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ദിവസം കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, സംഖ്യാപുസ്തകത്തിൽ 11-ാമത്തെ അധികാരം 31-ാമത്തെ തിരുവചനം ഇന്ന് ദൈവം നമുക്ക് ആ സന്ദേശമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ പകുതി, ആ വചനത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പറയുന്നു, അനന്തരം യഹോവ അയച്ച കാറ്റ് ഊരി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. അനന്തരം യഹോവ അയച്ച കാറ്റ്. ഹല്ലേലൂയ. ഇതാണ് ഇന്ന് നമുക്ക് കൊടുത്ത സന്ദേശം. അനന്തരം യഹോവ അയച്ച കാറ്റ്. ഈ കാറ്റെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും രാത്രിയിലാകുമ്പോഴത്തേക്കും എപ്പോഴായാലും ആ കാറ്റ്, ഒരു ചെറിയൊരു കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് വലിയൊരു മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും കാണും. ഇതേ കാറ്റ് അതിവേഗത്തിൽ സ്പീഡിൽ അത് ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഭയങ്കര നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കാറ്റിനോട് നമുക്ക് ഒരു താല്പര്യം കാണത്തില്ല അല്ലേ. അയ്യോ, ഈ കാറ്റങ്ങ് നിന്നാൽ മതി എന്ന് തോന്നും. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെയങ്ങ് എല്ലാം നോർമലായിട്ട് അതേപോലെ ആസ്യൂഷ്വൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത, നമ്മുടെ ശക്തിക്കും അധികമായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അയ്യോ, ഈ പ്രശ്നം എന്നാ എനിക്ക് നിൽക്കുന്നത്, അങ്ങനെ നമുക്ക് തോന്നൂല്ലേ. അതാണ് നമ്മുടെ ജീവിതം. പക്ഷേ യഹോവ അയച്ച ഒരു കാറ്റുണ്ട്. യഹോവ അയച്ച ഒരു കാറ്റിനാണെങ്കിൽ എപ്പോഴും അതിൽ നന്മയെ കാണത്തുള്ളൂ. എല്ലാം അങ്ങനെ നമുക്കത് അതിലൊരു നന്മ ഇല്ലാതെ പോലെ തോന്നുവാണെങ്കിലും എൻഡ് ഓഫ് ദ ലൈഫ്, എൻഡ് ഓഫ് ദ മാറ്റർ, എൻഡ് ഓഫ് ദ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയാണ് ആ കാറ്റ് ഒരു അനുഗ്രഹമുള്ള ഒരു കാറ്റായിരുന്നു എന്ന് നാം പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടായാലും യഹോവ നിങ്ങളെയും എന്നെയും കാക്കാൻ വല്ലവരാണ്. ഹല്ലേലൂയ. കാത്തു നടത്തുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതിൽ നോക്കുമ്പോഴത്തേക്ക് പല കാറ്റുകളെ കുറിച്ച് ബൈബിളിൽ നമുക്ക് വായിക്കാൻ പറ്റും. പല തരത്തിലുള്ള കാറ്റുകളെ നമുക്കതിൽ കാണാൻ പറ്റും. അതിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, അതിൽ ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ, നമുക്കതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ഒരു തിരുവചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയിൽ 2-ാമത്തെ അധ്യായം 7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ ഒരു കാറ്റിനെ നാം കാണാം അല്ലേ. അതെന്തോ കാറ്റ്? യഹോവ അയച്ച ഒരു കാറ്റ് തന്നെ. പക്ഷെ അത് ആരെടുത്ത് അത് അയച്ചത്? മനുഷ്യന്, ഈ മണ്ണിൽ നിന്ന് നിർമ്മിച്ച ആ മനുഷ്യന് ദൈവം കൊടുത്ത ആ ശ്വാസക്കാറ്റ്, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളും ഞാനും ഈ ലോകത്ത് നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് യഹോവ അയച്ച ആ ശ്വാസക്കാറ്റ്. കർത്താവായ ഈശോ നമ്മുടെ ശരീരത്തിൽ നമുക്കുള്ളായി, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉരുവാകുമ്പോഴേ അയച്ച ആ കാറ്റാണ് ഇന്ന് നിങ്ങളും ഞാനും ജീവനോടെ ഈ ഭൂലോകത്തിലിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യഹോവ അയച്ച കാറ്റിന് വലിയൊരു നമുക്കൊരു പ്രധാനമുള്ള ഒരു കാറ്റാണ് അയച്ച ശ്വാസക്കാറ്റ്. അതിൻ്റെ മുകളിൽ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ, അതിൻ്റെ മുകളിൽ ഒന്നുമില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ദൈവം നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്ന ഒவ்வொரு നിമിഷവും, ഒவ்வொரு നേരവും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ബലം, ആ കാറ്റ് വന്ന് പരിശുദ്ധാത്മാവിന് ഈക്വലായിട്ട് ദൈവം നമുക്ക് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കാറ്റ് വന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഇന്ന് നിങ്ങളെയും എന്നെയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ബൈബിളിൽ നോക്കുമ്പോഴത്തേക്ക് ചില കാറ്റുകളെക്കുറിച്ച് നമ്മൾ ഈ ദിവസം നമുക്ക് അത് ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഒരു തിരുവചനമുണ്ട്. അത് നമുക്കെല്ലാം 8-ാമത്തെ അധികാരത്തിൽ തന്നെ നോഹയെ പറ്റി നമുക്ക് കാണാൻ പറ്റും. അതിൽ 1-ാമത്തെ വചനം എന്താ പറയുന്നത്? ദൈവം
നോഹായെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്ത് ദൈവം ഭൂമിയിന്മേൽ ഒരു കാറ്റ് അടുപ്പിച്ചു. ഹല്ലേലൂയ. നോഹ കൂടെ ഇരുന്നവരെയും ദൈവം ഓർത്ത് ഒരു കാറ്റയച്ചു, ഓർമ്മിക്കുന്ന ഒരു കാറ്റ്. ഹല്ലേലൂയ. കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, എന്നെ ഓർക്കാൻ ആരുമില്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ ആരുമില്ല, എൻ്റെ കുട്ടികളെക്കുറിച്ച് ഓർക്കാൻ ആരുമില്ല, എൻ്റെ ഈ സിറ്റുവേഷനെ ഓർക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മളെ എപ്പോഴും നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമാണ്. നോഹായെയും ആ ജീവജന്തുക്കളെയും ഓർമ്മിച്ച് ദൈവം അവിടെ എന്താ ഒരു കാറ്റ് അയച്ചു എന്ന് നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു കാറ്റയച്ചു അല്ലേ, നമ്മളത് ആദ്യത്തെ വചനത്തിൽ നമ്മൾ കണ്ടത്. നോക്കുമ്പോൾ അതേപോലെ ഇവിടെ യഹോവ ഒരു കാറ്റ് അയക്കുന്നുണ്ട്. ഏത് കാറ്റാ? ഓർക്കുന്ന കാറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ദൈവം നിങ്ങൾ ഓർക്കുന്ന ഒരു കാറ്റ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വീശും. ഹല്ലേലൂയ. അല്ല, നോക്കുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളെയും കണ്ണീരെയും ഓർക്കുന്ന ഒരു കാറ്റ് ദൈവമുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളെ കണ്ണീരും മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കാം, എത്രയോ പ്രാർത്ഥിച്ച് എനിക്ക് ഒരു കാര്യവും നടന്നില്ല. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കുന്ന ദൈവം ഞാനുണ്ട്. അത് ഓർത്ത് എപ്പോഴാ ആ കാറ്റ് വീശണോ ആ സമയത്ത് ആ കാറ്റ് നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ, നമ്മുടെ നടുവിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നോഹായ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ വെള്ളം വറ്റിച്ചു. ആ വചനത്തിൻ്റെ അവസാനം ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. അതാ വചനം പറയുന്നത്. അപ്പോൾ യഹോവ ഒരു കാറ്റ് അയക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് പ്രശ്നമായാലും ആ പ്രശ്നം നിൽക്കും. നിങ്ങൾ ആലോചിക്കുക, എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് നിൽക്കുന്നത്? ദൈവം ഒരു കാറ്റ് അയക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ നിൽക്കും. ഹല്ലേലൂയ. അത് നോക്കിയാൽ അതിൽ 150 ദിവസം ആ കാറ്റ് വീശുന്നാണ് നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ യോഗ വിചാരിക്കും, ഇത്രയും ദിവസമായി ദൈവം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നോഹ ചിലപ്പോൾ ആലോചിച്ച് കാണും, പറഞ്ഞു കാണും. പക്ഷേ ദൈവം 150 ദിവസം ആ കാറ്റ് അടിച്ച് അവസാനമായപ്പോഴത്തേക്ക് ആ വെള്ളം നിലച്ചപ്പോഴത്തേക്ക് ആ നോഹാവും ജീവജന്തുക്കളും വെളിയെ വരുന്നത് നമുക്കത് വായിക്കാം. അപ്പോൾ ഒന്നുമില്ലാത്ത പെട്ടകത്തിൽ നിന്ന് നോഹാവും കുടുംബവും വെളിയെ വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല, എല്ലാം ഡ്രെയിൻ ഔട്ടാണ്, എല്ലാം പോയി, എല്ലാം നശിച്ചു. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ദൈവം കാറ്റ് അയച്ചു, ദൈവം എന്നെ രക്ഷിച്ചു, യേശുവിൻ്റെ കൃപ കൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കാനുള്ള ഒരു മാർഗവും ഇല്ല, ഒരു കാര്യവുമില്ല, എല്ലാം ഡ്രെയിൻ ഔട്ടായിരിക്കുക. ഇതിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന് എങ്ങനെ ഇനി തിരിച്ച് ആ നിലമയ്ക്ക് ആ കാര്യത്തിന് ഞാൻ കൊണ്ടുവരും, എൻ്റെ ജീവിതം എപ്പോഴും നന്നായി വരും. അങ്ങനെ ആലോചിക്കുന്ന സഹോദരനെ ദൈവം യഹോവ ഒരു കാറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാനല്ല, അത് ഡ്രെയിൻ ഔട്ട് ആയാലും അതിൽ നിന്ന് വീണ്ടും അതിൽ നിന്ന് മുളച്ച് വരാനായിട്ട്, അതിൽ നിന്നും ജീവനെടുത്ത് വരാനായിട്ട് യഹോവയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ യഹോവയ്ക്ക് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയും. ഒന്നുമില്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കിയ ദൈവമാണ് യേശു കർത്താവ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ സമയത്ത് ഒരു യഹോവ ഒരു കാറ്റിനെ അയച്ച് ആ ഇടത്തിൽ, ഒന്നുമില്ലാത്ത ഇടത്തിൽ ദൈവം പുതുതായ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. യഹോവ ഓർക്കുന്ന ഒരു കാറ്റ് നോഹയ്ക്ക് അയച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഓർക്കുന്ന ഒരു കാറ്റ് ഇന്ന് ദൈവം നിങ്ങൾക്ക് അയച്ചു തരും. അത് മാത്രമല്ല, നോഹയ്ക്ക് ഒന്നുമില്ലായിരുന്നാലും ആ 150 ദിവസം ആ കാറ്റടിച്ച് ഒന്നുമില്ലാന്ന് ആയാലും ദൈവം നോഹയും കുടുംബത്തിനെയും ഉടൻപടി ദൈവം ഒരു പ്രതിജ്ഞ ചെയ്തു, നിന്റെ കുടുംബത്തിനെ ഞാൻ ഇനി ഇതുപോലൊരു പ്രളയത്തിന് ഞാൻ കൊണ്ടുവരത്തില്ല എന്നൊരു അഗ്രിമെൻ്റ് കൊടുത്ത ദൈവമാണ് ഇന്ന് നിങ്ങളുടെയും എൻ്റെയും നടുവിലിരിക്കുന്ന, നമ്മുടെ അകത്തിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അടുത്ത കാര്യം നോക്കിയാൽ പുറപ്പാട് പുസ്തകത്തിലെ 14-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ ഒരു കാറ്റ് ദൈവം അയക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ തടസ്സങ്ങളെ തകർക്കുന്ന ഒരു കാറ്റ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് നമുക്ക് നോക്കി ഓർക്കുന്ന ഒരു കാറ്റ്, ഇപ്പോഴാണ് തടസ്സങ്ങളെ തകർക്കുന്ന ഒരു കാറ്റ്.
പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം പറയുന്നു, മോശെ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ പിരിഞ്ഞു. ഹല്ലേലൂയ. അവിടെ എന്താ നടന്നത്? നോഹായ്ക്ക് ഇവിടെ വന്ന് ഒരു യഹോവ മോശെ ഇസ്രായേൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ ആ കടൽ വന്ന് അവരുടെ യാത്രയ്ക്ക് ഒരു തടസ്സമായി ഇരിക്കുമ്പോഴത്തേക്ക് ദൈവം രാത്രി മുഴുവനും കാറ്റ് വീശിച്ചു. ഹല്ലേലൂയ. കാറ്റ് വീശി അവിടെ എന്താ നടന്നു? ഉണങ്ങിയ സ്ഥലമാക്കി വെള്ളം തമ്മിൽ പിരിഞ്ഞു. ഹല്ലേലൂയ. അവിടെ നോഹായ്ക്ക് എന്താ ചെയ്തത്? നോഹായ്ക്ക് കാറ്റടിച്ച് വെള്ളം അങ്ങ് നിന്നു അല്ലേ? അപ്പം ഇവിടെ വന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് ആ വെള്ളം പിരിഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ തടസ്സങ്ങളെ പിരിക്കുന്ന ദൈവമാണ്, നമുക്ക് വഴിയൊരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തടസ്സങ്ങളെ മാറ്റി നിങ്ങൾക്കും എനിക്കൊരു വഴിയൊരുക്കുന്ന ദൈവം, ആ വഴിയിൽ ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ. കാടയെ അയച്ചില്ലേ ദൈവം? കാറ്റടിച്ച് കാടയെ അയച്ചു. കടലിൻ്റെ ആഴത്തിലിരിക്കുന്ന കാടയെ ഈ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ദൈവം കാറ്റടിച്ച് ആഴത്തിലിരിക്കുന്ന ആ കാടയെ ദൈവം മുകളിൽ കൊണ്ടുവന്നു. അതേപോലെ ഇന്ന് നിങ്ങളുടെ എൻ്റെയും ജീവിതത്തിൽ ആഴത്തിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ, ആഴത്തിലിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവം യഹോവ ഒരു കാറ്റിനെ അയച്ച് ഇന്ന് നിങ്ങൾക്കും എനിക്കും കൊടുക്കാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. അല്ല, നമ്മൾ കണ്ടു നോഹ ഇവിടെ വന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് അവിടെ നോഹയ്ക്ക് 150 ദിവസം. ഇവിടെ നോക്കിയാൽ രാത്രി മുഴുവനും വീശിയ കാറ്റ്. അവിടെ ചില 12 മണിക്കൂർ ആ കാറ്റ് വീശുള്ളൂ. അവിടെ 150 ദിവസം കാത്തിരുന്നു. ഇവിടെ 12 മണിക്കൂർ രാത്രി മുഴുവൻ അടിച്ച കാറ്റ് ആ ഇസ്രായേലിലുള്ള ജനങ്ങളെ മുഴുവനും രക്ഷിക്കാൻ ദൈവം സന്നദ്ധനായി. ദൈവത്തിൻ്റെ കൃപ അവർക്ക് കിട്ടി. അതേപോലെ നിങ്ങളും ഞാൻ വിചാരിക്കാം എത്ര ദിവസമാകും, ദൈവത്തിന് ഒരു രാത്രി മതി, ഒരു നിമിഷം മതി ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളെ മാറ്റി നിർത്താം. ഹല്ലേലൂയ. നമ്മുടെ തടസ്സങ്ങളെ മാറ്റി നിർത്താം, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്താം. ദൈവത്തിന് ഒരു രാത്രി, ഒരു മണിക്കൂർ, ഒരു സെക്കൻഡ് മതി. അത് നമ്മൾ വിചാരിക്കുന്ന ടൈമല്ല, ദൈവം വെച്ചിരിക്കുന്ന ടൈം. അത് നന്മയ്ക്കായിട്ടുള്ളതാണ്. ഇത്രയും കാലമായി, ഇത്രയും ദിവസമായി എനിക്കിത് നടന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ടൈമിൽ ആ നന്മകൾ നമുക്ക് കിട്ടണോ ആ നേരത്തെ ദൈവം തീർച്ചയായിട്ടും തരും. ഹല്ലേലൂയ. അവിടെ വെള്ളം വേർപിരിഞ്ഞു. അങ്ങനെ വെള്ളം തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്നും ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. തടസ്സങ്ങൾ മാറ്റി വഴി തുറക്കാൻ നമ്മുടെ യഹോവയ്ക്ക് ശക്തിയുണ്ട്. കണ്ടുപിടിക്കുക. ഓരോരുത്തരും നിങ്ങളുടെ തടസ്സങ്ങൾ ഈ ദിവസത്തിൽ ദൈവം നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റാൻ സർവശക്തനാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എൻ്റെയും നടുവിലിരിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന യഹോവ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെയും എന്നെ രക്ഷിക്കാൻ സന്നദ്ധനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് കൊടുക്കാം. യഹോവ അയച്ച ഒരു കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അത് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ജീവിതത്തെ ഓർത്ത് എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന യഹോവ നിങ്ങളുടെ ഒരു കാറ്റ് മതി, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.